എൻ്റെ ഹസ്ബൻഡാണ്. വർഷങ്ങളായിപ്പോൾ 3-4 വർഷമായിട്ട് ക്യാൻസർ രോഗമാണ്. ഓട്ടോ തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ വർഷങ്ങളായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു മോളുണ്ട്. ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എൻ്റെ പേര് ബിജു ജോസഫ്. കുറലങ്ങാട്ട് പള്ളിക്കാല കിടന്ന് ഓട്ടോ ഓടിക്കുന്നു. ഞാൻ ക്യാൻസറായിട്ട് RCCയിലാണ് 2023. എനിക്ക് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരുടെ സഹകരണം വേണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ MLAയും ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്ന അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട കുറവലങ്ങാട് പഞ്ചായത്തിൽ 12-ാം വാർഡിൽ താമസിക്കുന്ന ബിജു ജോസഫ് എന്ന ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട അടുത്തറിയാവുന്ന സഹോദരൻ ക്യാൻസർ രോഗം മൂലം കഷ്ടപ്പെട്ട് ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്വന്തമായി വീടില്ല, സ്വന്തമായി സ്വത്തോ സമ്പാദ്യങ്ങളോ ഒന്നുമില്ല. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടാണ് ബിജു ജോസഫ് എല്ലാ കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു മകളാണുള്ളത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം രോഗാവസ്ഥയിൽ മരണപ്പെട്ട സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ ബിജു ജോസഫ് എന്ന സഹോദരനെ സംരക്ഷിക്കുവാനും രോഗാവസ്ഥയിൽ നിന്ന് മോചനം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ നാട് ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന യുവ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പൊതുപ്രവർത്തകരുമാണ് ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ പരിശ്രമം തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ പരിശ്രമമായി ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുകയാണ്. മുഴുവൻ മനുഷ്യസ്നേഹികളായ ആളുകളും ഈ ഒരു വലിയ സംരംഭത്തിൽ സഹായഹസ്തവുമായി കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുവാനും ഒരു കുടുംബത്തെ രക്ഷിക്കുവാനുമുള്ള ഈ ഒരു വലിയ പരിശ്രമത്തിൽ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമായി കണക്കാക്കി മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി നിങ്ങളെല്ലാവരും കൈയയച്ച് സഹായിക്കണം. സാധ്യമായ എല്ലാ സഹായ നടപടികളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിജു ജോസഫിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും സഹായം, പ്രത്യേകിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുഹൃത്തുക്കളോടൊപ്പം ഞാനും നിങ്ങളെല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മുഹമ്മദ് അലി ചാലിയമാണ്. വളരെയധികം സങ്കടത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ദയനീയമായ ഒരു അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഈ സങ്കടങ്ങൾ നിങ്ങളോടല്ലാതെ മറ്റാരോടെ പറയാം. വയറൊക്കെ വീർത്ത് ആകെ പൊട്ടാറായി. നിങ്ങളൊക്കെ നോക്കി ഒന്ന് കണ്ണ് നോക്കി, ഞങ്ങൾ മഞ്ഞ കണ്ണായിട്ടുണ്ട്. ക്യാൻസർ എന്ന മാരാരോഗം പിടിപെട്ട് അസുഖം കാരണം സ്വന്തം ആരോഗ്യം നഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഒന്ന് കൂടെ നിൽക്കണം കേട്ടോ. ഇവരുടെ സഹോദരന്മാർ 4 പേരും ഈ അസുഖം